ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ദൈത്യന്മാരുടെ പരമമായ ഗുരു അസുരാചാര്യൻ. പരമമായ ഗുരു ആചാര്യനാകുന്നു, അസുരാചാര്യനാകുന്നു. ആ അസുരാചാര്യനായ ശുക്രൻ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. വിവാഹം, സൗഭാഗ്യങ്ങൾ, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, വാഹനം, ആഡംബരം, ജീവിതം പച്ച മലയാളത്തിൽ അടിച്ചു പൊളിച്ച് തീർക്കുക. ഇതൊക്കെ ആരുടെ ധർമ്മമാണ്? ശുക്രൻ്റെ ധർമ്മമാണ്. രണ്ട് ആചാര്യന്മാരാണ്. ദേവന്മാരുടെ ആചാര്യൻ വ്യാഴം. പക്ഷെ വ്യാഴത്തിനാണ് പ്രാധാന്യം. ബൃഹസ്പതി ജീവഹ, ഒരാളെ ജീവിപ്പിക്കുന്നതാണ് വ്യാഴം. മറിച്ച് ശുക്രനാണെങ്കിൽ ഭൗതിക സുഖത്തിൻ്റെ കാരകനാകുന്നു. ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം. ശുക്രൻ കലകളിലും മറ്റ് ഭൗതികമായ സുഖങ്ങളിലും മാത്രം താല്പര്യം. വ്യാഴമാണെങ്കിൽ ആത്മീയമായ സുഖങ്ങളോടുള്ള താല്പര്യം. ഇതാണ് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് ആചാര്യന്മാരാണ്, പരമ ആചാര്യന്മാരാണ്. അതിൽ ശുക്രാചാര്യൻ എന്തുകൊണ്ടും മഹനീയമായൊരു സ്ഥാനത്തെ കൽപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ. ഇവിടെ ശുക്രൻ കർക്കിടകത്തിൽ നിന്നും തൻ്റെ ശത്രുക്ഷേത്രമായ, കർക്കിടകവും ശുക്രന് ശത്രുക്ഷേത്രമാണ് ചന്ദ്രക്ഷേത്രം, മറ്റൊരു ശത്രുക്ഷേത്രമായ സൂര്യക്ഷേത്രത്തിലേക്ക് വരികയാണ്. പക്ഷെ കർക്കിടകത്തിലെ സൂര്യൻ പ്രബലമായ ശോകത്തെയും മതത്തെയും ഉണ്ടാക്കുന്ന ശുക്രനായിരുന്നു. പക്ഷെ ചിങ്ങത്തിലെ സൂര്യൻ ഹരോ യോഷാർത്ഥാപ്തിഹി, തനിക്ക് സ്ത്രീധനം കിട്ടും, സ്ത്രീകളിലൂടെ ധനം വരും, സ്ത്രീകളെ കൊണ്ട് തനിക്ക് ധനമുണ്ടാകും. പ്രവര യുവതിഹി, തൻ്റെ ജീവിതത്തിൽ ധാരാളം യുവതികൾ വരും. മന്ദധനേഹ, ഇത്തിരി മന്ദനായ സന്താന യോഗവും ഈ ശുക്രൻ നൽകപ്പെടും. ചിങ്ങരാശിയിൽ നിൽക്കുന്ന ശുക്രൻ. ഏതായാലും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 29 ദിനങ്ങളാണ് ശുക്രൻ ചിങ്ങരാശിയിൽ നിൽക്കുന്നതെന്ന് അറിയുക. അതുവരെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളെയാണ് നാം നിരൂപണം ചെയ്യുന്നത്. ഏതായാലും ശത്രുക്ഷേത്രത്തിലാണെങ്കിലും ആ ശുക്രൻ അവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഫലം, ആശ്രയ ഫലം വളരെ നല്ലതാണ് എന്നറിയുക. ഭാര്യയിലൂടെ നല്ല ഉയർച്ചയുണ്ടാവുക. അപ്രകാരം തന്നെ സ്ത്രീജന്യമായ, സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന കർമ്മമേഖലകളിലൂടെ തനിക്ക് ധനം സമ്പാദനം ഉണ്ടാകുവാൻ, ആർജിക്കുവാൻ കഴിയുക തുടങ്ങിയ പ്രത്യേകതകളെല്ലാം തന്നെ ഈ ശുക്രൻ ഈ 29 ദിനക്കാലം പ്രദാനം ചെയ്യുമെന്ന് അറിയുക. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ കന്നിയിലേക്ക്, തൻ്റെ നിജക്ഷേത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ 12 രാശിക്കാരുടെയും ഫലം സവിസ്തരം നാം പ്രതിപാദിക്കുന്നു, ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക രോഹിണി, മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് ഇടവൻ രാശിയുടെ രാശ്യധിപനാണ്, മറ്റൊന്ന് 6ാം ഭാവാധിപനാണ്. ശത്രുഭാവമാണ്, രോഗാധിപനാണ്. ഇവിടെ ശുക്രൻ നിൽക്കുന്നതാകട്ടെ 4ാം ഭാവത്തിലാണ്. 4ാം ഭാവത്തിൽ ശുക്രൻ്റെ പ്രത്യേകതയുണ്ട്. ശുക്രൻ ദിഗ്ബലവാനാണ് 4ാം ഭാവത്തിൽ. ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ ഭാവത്തിലേക്ക്, ദിക്കിലേക്ക് ബലമുണ്ട്. 4 ശുക്രൻ നിൽക്കുമ്പോൾ ശുക്രൻ ദിഗ്ബലവാനാണ്. അതിനാൽ ഈ ശുക്രൻ നല്ല സമൃദ്ധിയെ പ്രദാനം ചെയ്യും ഇടവൻ രാശിക്കാർക്ക് എന്നറിയുക. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ 4ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഗൃഹസംബന്ധമായ വിഷയങ്ങൾ, വാഹനലാഭങ്ങൾ, നല്ല സൗഹൃദങ്ങൾ, സൗഹൃദത്തിലൂടെ തനിക്ക് ഗുണപരമായ അവസ്ഥ സംജാതമാവുക തുടങ്ങിയ നല്ല കാര്യങ്ങളൊക്കെ തന്നെ പ്രദാനം ചെയ്യപ്പെടും. തൻ്റെ കമ്പനിയായാലും തൻ്റെ കർമ്മമേഖലയിലായാലും ധാരാളം സ്ത്രീകൾക്ക് സ്ത്രീ സൗഹൃദം ഉണ്ടാവുക, സ്ത്രീകൾ ധാരാളം തന്നെ സുഹൃത്തുക്കളായി വരിക, അല്ലെങ്കിൽ വലിയ കമ്പനി നടക്കുന്ന വ്യക്തികൾക്ക് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ കർമ്മമേഖലയിൽ സ്ത്രീകൾ വലിയൊരു പ്രാധാന്യത്തോടു കൂടി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെല്ലാം തന്നെ സ്ത്രീകൾ കൊണ്ട് ലാഭമുണ്ടാവുക. പലർക്കും ഭാര്യയുടെ വീട് ലഭിക്കുക, ഭാര്യയുടെ സ്വത്ത് ലഭിക്കുക, ഭാര്യയ്ക്ക് കിട്ടുന്ന ചില ധനങ്ങളോ സ്വർണങ്ങളോ തനിക്ക് ലഭിക്കേണ്ടുന്ന ഒരു നല്ല സമയമാണെന്ന് അറിയുക. ശരിക്കും വേനലൊരു മഴയാകുന്നു ഇടവൻ രാശിക്കാർക്ക്. 3-ൽ വ്യാഴമാണ്. കഷ്ടപ്പെടുന്ന സമയത്ത് ഈ ശുക്രൻ ചില നന്മകൾ പ്രദാനം ചെയ്യും. അതിനാൽ ഗൃഹനിർമ്മാണ, ഭൂമി വാങ്ങൽ, അല്ലെങ്കിൽ ഭൂമിപരമായ വിൽപ്പന, ഇതൊക്കെ ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ തന്നെ നല്ല ഒരു ചൈതന്യത്തെ പ്രദാനം ചെയ്യുവാൻ ഈ ശുക്രൻ സമർത്ഥനാണ്. നിർബന്ധമായും ധർമ്മദൈവ സങ്കേതങ്ങളിൽ വിളക്കിലേക്ക് എണ്ണാതിരി കൊടുക്കുക, അന്നദാനം ചെയ്യുന്നതും ഈ സമയത്ത് വളരെ ഉത്തമമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.